മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നാഷണൽ ഡെസ്കിൽ നിന്ന് മറ്റു വാർത്തകളിലേക്ക്. സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനിലയിൽ അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും തുടരുകയാണെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഫലപ്രദമെന്ന് കരുതപ്പെടുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ട്. അത് ഫലമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് വേണ്ടി വരും. അതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതാണ്. അദ്ദേഹത്തിനൊരു സർജറി നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരും. മറ്റ് സപ്പോർട്ടുകളും അദ്ദേഹത്തിനുണ്ട്. മാറ്റമില്ലാതെ തുടരുകയാണ്. നമുക്ക് ഡ്രാസ്റ്റിക്കായിട്ട് എന്തെങ്കിലും പറയാനുള്ളൊരു ഘട്ടമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാണ്. അത് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. ഓക്കെ, സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ പങ്കുവെക്കുവാനായി. സിജോ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഈ ഘട്ടത്തിൽ? ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്, ഒരു മാറ്റവുമില്ല എന്നാണ് അവർ പറയുന്നത്. സിജോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ 16-ാം തീയതിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പക്ഷാഘാതത്തെ തുടർന്ന് ഷാഫിയെ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിദഗ്ധ ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കാര്യമായ പുരോഗതി ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഇല്ല എന്നുള്ളത് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ മരുന്നുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാര്യമായൊരു റിസൾട്ട് കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സിനിമാ മേഖല ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടിയാണ് നടൻ മമ്മൂട്ടി എത്തിയത്. സംവിധായകരായ രാജസേനൻ, സിബി മലയിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ കണ്ട് മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പരമാവധി എത്രയും മികച്ച ചികിത്സ നൽകാവോ അത്രയും മികച്ച ചികിത്സ നൽകുന്നുവെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അറിയിക്കുന്നത്.